ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഞാനിന്ന് ആക്ച്വലി വന്നത് എന്തിനാ അറിയോ? ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ആക്നി സ്കിന്നിൽ ഞാൻ എങ്ങനെ ക്ലിയർ സ്കിന്നിലോട്ട് പോയി എന്നുള്ളത്. അപ്പം ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരു ഫേസ് വാഷ് ട്രൈ ചെയ്തുവേ. അത് ഏതാണെന്ന് കാണിച്ചു തരാം. അതിനുശേഷം പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു ഫേസ് വാഷാണ് കേട്ടോ. ഈ ഒരു ഫേസ് വാഷ് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഏതാന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇതാണ് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ നല്ല ഓയിലി, എന്താ പറയുക, ഓയിലി സ്കിന്നാണ്, നല്ല ഓയിലി സ്കിന്നാണ്. പിന്നെ പിമ്പിൾസും അതുപോലെ തന്നെ പെട്ടെന്ന്, അതായത് സെൻസിറ്റീവ് സ്കിന്നാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറുതായിട്ടുള്ളൊരു ഡസ്റ്റ് പോലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ ഫേസിനൊക്കെ എഫക്റ്റ് ചെയ്യും. സോ പിന്നെ എനിക്ക് ഇത് ഇപ്പോൾ ഞാൻ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇത് യൂസ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഇഷ്ടം തോന്നുന്നുണ്ട് ഇതിനോട്. നേരത്തെ ഞാൻ ബാക്കി ഫേസ് വാഷൊക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഫേസിൽ പിമ്പിൾസിനൊക്കെ യൂസ് ചെയ്യുന്ന ഇത് ഞാൻ റിവ്യൂ കണ്ടിട്ട് ആക്ച്വലി വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ്. റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചാണ്. പക്ഷേ ഇത് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് എൻ്റെ ജസ്റ്റ് പിമ്പിൾസ് എവിടെയാണോ വരുന്നത് വെച്ചാൽ അവിടെ മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ട് ഈ ഒരു മെഡിസിൻ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു ക്രീമാണ്. ഇതും കുഴപ്പമില്ല. ഇതും ഞാൻ ആദ്യം ഇത് വാങ്ങിച്ചിട്ടപ്പോഴത്തേക്കും എനിക്ക് വലിയൊരു ഇത് തോന്നിയിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ പിമ്പിൾസ് വരുമോ, എന്താവും എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ആദ്യം 1-2 പ്രാവശ്യം ഇട്ടപ്പോൾ എനിക്ക് വലിയൊരു വ്യത്യാസമൊന്നും തോന്നിയില്ല. എനിക്കൊരു പേടിയുണ്ടായി, അതായത് പിമ്പിൾസ് ഇത് ഇട്ടിട്ട് വരുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് കുറേ പേരുടെ റിവ്യൂസ് കണ്ടു. അപ്പോൾ അവരൊക്കെ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്രീം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യണം, അപ്പോഴാണ് അത് നമുക്ക് എഫക്റ്റ് ആവോ ഇല്ലയോ എന്നുള്ളത് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് എന്താ പറയുക, മോയ്സ്ചറൈസർ പോലെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് രാവിലെ ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ ഫേസിൽ ജസ്റ്റ് ഒന്ന് ഇതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റാണ് നമുക്ക്. നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ടതുപോലുള്ളൊരു ഫീല് ഇതിനെ കൊണ്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറച്ചായിട്ട് പോകുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ക്രീം. ഇതും കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ക്രീം. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്രീം. ബിക്കോസ് ഇത് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ്. ഇത് UAE-ലൊക്കെ നമ്മൾ ഇതിന് ഫ്യൂസിഡിൻ എന്നാണ് പറയുന്നത്, ഫ്യൂസിഡിൻ. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ നമുക്ക് ഫ്യൂസിഡിൻ കിട്ടത്തില്ല. അതിന് പകരം ഫ്യൂസിബെറ്റ് ആണ് കിട്ടുന്നത്. പക്ഷെ സെയിം കണ്ടന്റ് ആണ് അതിൽ വരുന്നത്. ഇത് നമുക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സാധനം. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ചൊറിച്ചലോ അല്ലെങ്കിൽ അലർജിയോ എന്തെങ്കിലും വന്നാൽ തന്നെ ഈ ക്രീം ഇട്ടാൽ പെട്ടെന്ന് മാറും കേട്ടോ. അതുപോലെ തന്നെ പിമ്പിൾസ് ആയാലും നമ്മളെ ബ്ലാക്ക് മാർക്സ് ആയാലും ഒക്കെ എനിക്ക് ഇതിനെ കൊണ്ട് കുറേ വ്യത്യാസം വരാറുണ്ട്. സോ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ക്രീം ആട്ടോ. ഇത്രയാണ് ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് ഞാൻ എൻ്റെ ആക്നി പ്രിവെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരുവാണെങ്കിൽ അപ്പം യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും പറ്റണമെന്നില്ല, അത് ഡിപ്പെൻസ് ആയിരിക്കുമല്ലോ. നമുക്ക് ഓരോ സ്കിന്നിന് അനുസരിച്ചായിരിക്കുമല്ലോ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ.